ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോസ് പാരീസ് ട്രിപ്പിനെ പറ്റിയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഒരു 4 days ട്രിപ്പായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. റിയലി അതൊരു വർക്ക് ട്രിപ്പ് തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് പേര് വിസ അപ്പോയിൻമെൻറ്റ് എങ്ങനെ കിട്ടി എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. സോ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഒരു 6 months പ്രയർ തന്നെ ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ 4 days ഓഫ് ഹോട്ടൽ സ്റ്റേയും ലവ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അതൊരു നല്ല ഓഫറായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഒരു £150 കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ 4 days ഓഫ് ഹോട്ടൽ സ്റ്റേയും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ TLS സൈറ്റിൽ വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. സോ വി കോണ്ടാക്റ്റഡ് ആൻ ഏജൻസി ട്രൈ ചെയ്തിട്ടും ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരുന്നു. ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പോകുന്നതിന് ഒരു 2 weeks പ്രയറാണ്. ദെൻ വിസ പോകുന്നതിനൊരു 3 ദിവസം മുമ്പെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സോ ഇത്രയുമാണ് ട്രിപ്പിന് പോകാനുള്ള ഒരു പ്രോസസ്സിംഗ് ആയിട്ട് ഞങ്ങൾ ചെയ്തത്. ഇനി നമുക്ക് ട്രിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞങ്ങൾ പാരീസിലെത്തിയത് ഒരു ആഫ്റ്റർനൂൺ ടൈമാണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഐഫൽ ടവറിൻ്റെ ഒരു നൈറ്റ് ടൈം വ്യൂ ആണ് കണ്ടത്. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അന്ന് നൈറ്റ് ടൈം തന്നെ ഞങ്ങൾ ഒരു 1 hourലേക്കുള്ള ക്രൂയിസ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൂയിസ് ട്രിപ്പ് ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു. എൻ്റെ ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവിടുത്തെ ആളുകളൊക്കെ നൈറ്റ് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നവരാണെന്നാണ്. സോ ഞങ്ങൾക്കും അന്നത്തെ ഒരു നൈറ്റ് അൺഫോർഗറ്റബിൾ ആണ്. ഡേ 2 ഡിസ്നിലാൻഡാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. ഡിസ്നിലാൻഡ് എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് കൂടുതലും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. എങ്കിലും കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഫുൾ ഡേ തന്നെ ഡിസ്നിലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. ഒരു ദിവസം മുഴുവൻ ഡിസ്നിലാൻഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഞങ്ങൾ €75 ഒരു ടിക്കറ്റാണ് എടുത്തത്. ഞങ്ങൾ മോർണിംഗ് ഒരു 8 o'clock കയറി നൈറ്റിൽ ഒരു 11 o'clock ആയപ്പോഴത്തേക്ക് ഡിസ്നിലാൻഡിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ നാട്ടിലെ വണ്ടർലയൊക്കെ പോലെ തന്നെ ഒരുപാട് റൈഡ്സൊക്കെ, കൂടുതലും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള റൈഡ്സൊക്കെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത്. ഇത് അതിനുള്ളിൽ ഞങ്ങൾ കണ്ടൊരു ഗുഹയാണ്. ജസ്റ്റ് ഞങ്ങൾ അതിനകത്ത് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇറങ്ങി വന്നു. അവിടെ കൊച്ചു പിള്ളേരൊക്കെ ഒരു കത്തി വലിച്ചു വരാൻ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൽസയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി ഗൈസ്. ഡിസ്നിലാൻഡിനുള്ളിലുള്ളൊരു ഷോപ്പാണിത്. ഡിസ്നിലാൻഡിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നത് ഈ നൈറ്റ് ടൈമിലുള്ള ഫയർ വർക്ക്സാണ്. അത് ഞാൻ റിയലി എൻജോയ് ചെയ്തൊരു മൊമെൻറ്റാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ഫയർ വർക്ക്സ് നേരിട്ട് കാണുന്നത്. ഇത്രയാണ് ഗൈസ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് 2 daysലുള്ള വീഡിയോസ്. അടുത്ത 2 daysലെ വീഡിയോസ് ഞാൻ വേറൊരു പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും.